ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പയർ മെഴുക്ക് പുരട്ടിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പയറും സവോളയും അതുപോലെ പച്ചമുളകും എല്ലാം നന്നായിട്ട് നല്ല വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഏകദേശം നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എരിയല്ല ആ ഒരു പരുവത്തിൽ പയറൊക്കെ അരിഞ്ഞെടുക്കാം. അതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം. അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയർ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പിടാൻ മറന്നു പോകരുതേ. അപ്പോൾ ഞാനെല്ലാം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ പയറൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട. ആ ഒരു എണ്ണയിൽ തന്നെ പിന്നെ ആ വേകുന്ന ഇതിൻ്റെ ആവിയിൽ ഉണ്ടല്ലോ വെള്ളം, ആ ഒരു വെള്ളം മതി കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകൊണ്ട് വെള്ളം ഒഴിക്കരുത്. ആ ഒരു ആവിയിലിരുന്ന് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി വന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു, അരിഞ്ഞെടുത്തപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ റെഡിയായി വന്നപ്പോൾ ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെഴുക്ക് പുരട്ടി. അപ്പോൾ ഇതിൻ്റെ കൂടെ അച്ചാറും അതുപോലെ മീൻ വറുത്തതും മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.